PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കണേ. മാത്സ് 4th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതിയിലുള്ള സമവാക്യങ്ങൾ. അതിലെ പേജ് നമ്പർ 81-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യനിലെ ചോദ്യം നോക്കാം എല്ലാവരും. ദ സ്ക്വയർ ഓഫ് ദ ടേം ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അതിന്റെ 2, 5, 8 is 2500 and what is its position? അപ്പൊ അതിന്റെ അത് എത്രാമത്തെയാണ്, അതിന്റെ പൊസിഷൻ എന്താണെന്ന്. സമചതുരാകൃതിയിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2, 5 മലയാളം മീഡിയത്തിന്റെ ചോദ്യം നോക്കാം. 2, 5, 8 എന്ന് തുടരുന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? അപ്പൊ നമുക്കൊരു സീക്വൻസ് ഇവിടെ തന്നു. സീക്വൻസ് എത്രയാണെന്ന് പറഞ്ഞത് 2, 5, 8. ഇതാണ് നമ്മുടെ സീക്വൻസ്. അതിലെ ദ സ്ക്വയർ ഓഫ് ദ ടേം ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതോ ഒരു പദം അതിന്റെ സ്ക്വയർ 2500 ആണ്. എത്രാമത്തെ പദം എന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പദം ഏതെങ്കിലും ഒരു ടേം xn, ആ xn-ന്റെ സ്ക്വയർ ആണ് എത്രയാണ് പറഞ്ഞത്? 2500. ചോദ്യം മനസ്സിലായോ? ഒരു സീക്വൻസ് തന്നിരുന്നു 2, 5, 8 ഇങ്ങനെ പോവുകയാണ്. ഈ സീക്വൻസിൽ ഒരു ടേം ഉണ്ട് xn, നമുക്കറിയില്ല എത്രാമത്തെ ഏത് ടേം എന്ന്. ആ ടേമിന്റെ സ്ക്വയർ ആണ് എത്ര? 2500. എങ്കിൽ അത് എത്രാമത്തെ xn എന്ന് പറഞ്ഞ ടേം ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ടേം എത്രാമത്തെ പദമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് xn എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണെന്ന് നോക്കിയേ. ഈ 2500-ന്റെ നമുക്ക് 2500 എന്ന് പറയുന്ന ടേമിന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതിനു മുമ്പ് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് xn എന്താണെന്നാണ്. xn-ന്റെ സ്ക്വയർ 2500, അതൊക്കെ. പക്ഷെ ആ xn എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമ്മള് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഫോർമുല പഠിച്ചിരുന്നു. എന്താണ് xn is equal to, എന്താ ഫോർമുല പഠിച്ചിരുന്നത്? dn plus f minus d, ആൽജിബ്രിക് ഫോം. ഓർമ്മയിട്ടോ എല്ലാവർക്കും? xn is equal to, xn കണ്ടുപിടിക്കാനുള്ള ആൽജിബ്രിക് ഫോം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. dn plus f minus d ആണ്. അതിൽ d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. ഇവിടെ എത്രയാ കോമൺ ഡിഫറൻസ് കാണാൻ? എന്താ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ ചെയ്തിരുന്നത്? T2-ൽ നിന്ന് T1 മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 5-ൽ നിന്ന് 2 കുറയ്ക്കുക. 5-ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? 3. അപ്പൊ d എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് എഴുതി വെക്കാം കേട്ടോ. ആദ്യം d എത്രയാ നമുക്ക് കിട്ടുന്നത്? 5 മൈനസ് 2, that is 3. ഇനി f എത്രയാണ്? ആദ്യത്തെ പദം T1, f 2 ആണ്. ഇനി d നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എഴുതാം. dn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3n പ്ലസ് f മൈനസ് d. f എത്രയാ പറഞ്ഞത്? 2. എഴുതി നോക്കിക്കോ. 2 മൈനസ് 3. 2 മൈനസ് 3 എത്രയാ? 2-ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് 1 ആണ്. അപ്പൊ നമുക്ക് ആൽജിബ്രിക് ഫോം കിട്ടി 3n മൈനസ് 1 ആണ്. ഓക്കെ, 2 മൈനസ് 3 അതാണ് 1 അല്ലെ? അപ്പൊ നെഗറ്റീവ് 1 അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ആൽജിബ്രിക് ഫോം കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിന്റെ ഇത് വരുന്നത് എത്രയാണ്? സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് കാണണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ, ഈ x എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയാണെന്ന് കിട്ടി? x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്? 3n മൈനസ് 1 ആണ്. അപ്പൊ xn-ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അവിടെ നേരെ എഴുതാം കേട്ടോ. ഈ x എന്ന് പറയുന്നത് 3n മൈനസ് 1 ആണ്. അതിന്റെ സ്ക്വയർ ആണ് 2500. കിട്ടിയില്ലേ? 2500-ന്റെ ആദ്യം തന്നെ നമുക്ക് റൂട്ട് കാണാം. റൂട്ട് കണ്ടുകൂടെ? 3n മൈനസ് 1 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2500 ആണ്. അപ്പോ 3n മൈനസ് 1 ഇസ് ഈക്വൽ ടു എത്രയാ? 2500-ന്റെ റൂട്ട്. 2500-ന്റെ റൂട്ട് ആണ് നമുക്ക് എളുപ്പമാണ്. കാര്യം 25-ന്റെ റൂട്ട് എത്രയാ? 5. 2 0 1 0. അങ്ങനെയല്ലേ നമ്മൾ റൂട്ട് കാണാം? 2 0 1 0 ഇട്ട റൂട്ടായി. അപ്പൊ 3n മൈനസ് 1 എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ സ്ക്വയർ പോയപ്പോ ഇതിന് നമ്മൾ റൂട്ട് കണ്ടു അല്ലെ? അപ്പൊ 50-ന്റെ സ്ക്വയർ ആണ് 2500. 3n മൈനസ് 1-ന്റെ സ്ക്വയറും കളഞ്ഞു, 50-ന്റെ സ്ക്വയറും കളഞ്ഞു. ഇനി നമുക്ക് n കണ്ടുപിടിക്കാം. 3n, ഈ മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുപോവാ. 3n is equal to മൈനസ് 1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തായി? പ്ലസ് 1. 50 പ്ലസ് 1 അല്ലേ?
ഈ -1 അങ്ങോട്ട് +1 ആയി. അപ്പൊ 51. സോ n is equal to എത്രയാണ്? 51/7. സോറി 3. 51/3 എത്രയാ? വെട്ടിക്കുറയ്ക്കാം അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്തോ. 3 എത്ര വശം ഇവിടെ? 1 അല്ലേ? ബാക്കി എത്രയാ റിമൈൻഡർ? 3 പോയാലോ ബാക്കി 2. അപ്പൊ 21 21 വരുമ്പോ 7 21. അപ്പൊ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 17 കിട്ടി. അപ്പൊ നമ്മുടെ ചോദ്യം അതാണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? n അത് എത്രാമത്തെ ടേം ആണ്? 17 കിട്ടിയില്ലേ? എത്രാമത്തെ ടേം ആണ് നമുക്ക് കിട്ടി? 17ാമത്തെ ടേം ആണെന്ന് കിട്ടി. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഫസ്റ്റ് പാഠത്തിലേക്ക് പോയത് കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠത്തിലെ ഈ ഫോർമുല എല്ലാവർക്കും കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഈ പാഠത്തിൽ വരുന്ന ഫോർമുലാസ് ഒക്കെ എഴുതി വെക്കാൻ പറയുന്ന ഒരു പേജ് വിട്ടിട്ട് കേട്ടോ. അപ്പൊ ആ ഫസ്റ്റ് പേജിൽ എല്ലാ ഫോർമുലാസും എഴുതി വെക്കാം. xn കാണാനുള്ള ഫോർമുല എന്താണ്? dn + f - d. നമ്മൾ കുറെ കണക്ക് ഈ പ്രാവശ്യം ചെയ്തതാ അല്ലെ? ഫസ്റ്റ് ഇതിൽ ചെയ്തതാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പൊ d കണ്ടുപിടിച്ചു, f കണ്ടുപിടിച്ചു, നമുക്ക് കിട്ടി 3n - 1 ആണ് ആൽജിബ്രിക് ഫോം. ഈ 3n - 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ xn സ്ക്വയർ ആണ് 2500. xn എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടി 3n - 1 ആണ്. അതിന്റെ സ്ക്വയർ 2500 കിട്ടി. അപ്പൊ നമുക്ക് n കിട്ടി. ഇവിടെ എത്രയാണെന്ന്? 17. എല്ലാവർക്കും മനസ്സിലായി? And then again the last question. എഴുതാൻ ചോദ്യം 4th question കേട്ടോ. ഈ പാഠത്തിലെ ചോദ്യത്തിലെ എല്ലാ പാഠത്തിൽ നിന്നും മിക്സ് ചെയ്ത് വരും. ഇപ്പൊ അരിത്തമെറ്റിക് സീക്വൻസിലേക്കാണ് കൂടുതൽ വരാം കേട്ടോ. അതിന്റെ ഒക്കെ അവസാനം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ വരുന്നതാണ്. അപ്പൊ 4th question ആണ് 2000 രൂപയുടെ, അത് മലയാളം മീഡിയത്തിന്റെ വായിക്കാം. വാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു പദ്ധതിയില് 2000 രൂപ നിക്ഷേപിക്കുകയാണ്. ഒരാള് വാർഷിക കൂട്ടുപലിശ അതില് 2000 രൂപ കൊണ്ടുപോയി നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോ 2205 രൂപയായിരുന്നത് എങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമാണ് എന്ന് കിട്ടിയോ? ചോദ്യം നോക്കാം. ഇംഗ്ലീഷിനുകാര് 2000 rupees was deposited in the scheme in which interest is compounded annually. അപ്പൊ നമുക്ക് അവിടെ ഒരു ഫോർമുല വന്നു. നമുക്ക് ഓരോ കണക്കിലും ഫോർമുല വരുന്നത് എല്ലാം എഴുതി കാണിക്കണം കേട്ടോ. എനിക്ക് നാളെ വിളിക്കുമ്പോ ഇതിന്റെ എല്ലാ ഇക്വേഷൻസും കാണിക്കണം. അപ്പൊ അടുത്ത ഫോർമുല വന്നു. നമ്മള് 8ാം ക്ലാസ്സിലാണ് പഠിച്ചതാണ് അല്ലെ? ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനായിട്ട്. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ? ചോദ്യം വാങ്ങിക്കാര്യം എന്നിട്ട് പറഞ്ഞുതരാം. 2000 rupees was deposited in the scheme in which interest is compounded annually. Compound interest കാണാനുള്ള ഫോർമുല annually, then half yearly, then quarterly, ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നല്ലേ? അപ്പൊ ഇവിടെ ആനുവലിന്റെ ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത്. After 2 years, the amount in the compound was, ഒരു വർഷം കഴിഞ്ഞപ്പോൾ amount ആണ് 2205. Then what is the rate of interest? അപ്പൊ rate of interest എത്രയാണ് എന്ന് നോക്കാം. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എഴുതാം. 2000 രൂപ എന്ന് പറയുന്നത് പി ആണ് അല്ലെ? പി ആണ് നമ്മുടെ 2000, നമ്മുടെ കയ്യിലുള്ള മുതല്, അത് പി. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? 2 years ആണ്. അപ്പൊ n തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 2 വർഷമാണ് തന്നിരിക്കണേ. അപ്പൊ n നമുക്ക് 2 എഴുതാം. പിന്നെ അക്കൗണ്ട് വാസ് 2200 ആഫ്റ്റർ 2 years കേട്ടോ. 2 വർഷം കഴിയുമ്പോൾ എമൗണ്ട് എത്രയാണ്? 2205. ശരി. Then what is the rate of interest? അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? R എത്രയാണെന്നാണ് നമ്മളോട് ചോദ്യം. R കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫോർമുല എഴുതണം. എത്രയാണ് ഫോർമുല നോക്കാം. ഇനി നമ്മൾ കണക്ക് ചോദ്യം എല്ലാവർക്കും മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യില് കൂട്ടുപലിശ കാണാനുള്ള ഫോർമുല എന്താണ്? A is equal to P into 1 plus R by 100 all raised to n. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചേക്കുന്നതാണ് 8ാം ക്ലാസ്സിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പലിശയല്ല നമ്മൾ കാണാൻ മുതലാണ് കേട്ടോ. 2 വർഷം കഴിയുമ്പോൾ എത്ര കിട്ടും, അല്ലെങ്കിൽ 10 വർഷം എത്ര കഴിയുമ്പോൾ എത്ര കിട്ടും. ഇവിടെ എമൗണ്ട് ആണ് എന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞപ്പോ കിട്ടിയ എമൗണ്ട് എത്രയാണ്? 2205 ആണ്. അപ്പൊ പി എത്രയാണെന്ന് പറഞ്ഞു? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. പി എത്രയാ? 2000 into 1 plus R തന്നിട്ടില്ല,
by 100 always to n എത്രയാ? n ഇവിടെ തന്നിട്ടുണ്ട് 2 ആണ്. always to n ന്റെ അവിടെ n ഇട്ടു 2 ഇട്ടു is equal to എത്രയാണ്? 2205. കിട്ടിയില്ലേ? അപ്പോഴല്ലേ എമൗണ്ട് കിട്ടിയത്? 2000 രൂപ 2 വർഷം കൂട്ടുപലിശ ഇട്ടപ്പോ കിട്ടിയതാണ് 2205. ഇനി ഓരോന്നിനും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആർ കണ്ടുപിടിക്കണം. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ കൊണ്ടുപോവാ? ഇൻഡു അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെ? ഇൻഡു അങ്ങോട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ഇതൊന്നിവിടെ ഇത് എഴുതാം. ഒന്ന് ഇങ്ങോട്ട് കയറ്റി എഴുതാം, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. ഈ 2000 ഇൻഡു 1 പ്ലസ് ആർ ബൈ 100 always to 2 is equal to എത്രയാണ്? 2205. ഇവിടെ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കാം ഇനി എങ്ങനെയാ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഈ 2000 അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ ഇവിടെ ഉള്ളതിനെ ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇറക്കിയിട്ടു എത്രയാ? 1 പ്ലസ് ആർ ബൈ 100 always to 2 is equal to അപ്പുറത്തെ സൈഡിലുള്ളത് ആദ്യം ഇറക്കിയിടും. 2205 ഡിവൈഡഡ് ബൈ 2000. കിട്ടിയോ? ഇപ്പൊ നമുക്ക് കിട്ടി 1 പ്ലസ് ആർ ബൈ 100 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാ? 2205 ബൈ 2000. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക? ഇതിന്റെ സ്ക്വയർ ഒന്ന് കളയണം വേണ്ടേ? സ്ക്വയർ കളയണം. അപ്പൊ ഇതിനെ റൂട്ടാക്കല്ലേ വേണ്ടത്? ഇത് വലിയ സംഖ്യനെ റൂട്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ആദ്യം തന്നെ ഇത് ഡിവിഷൻ ആണ്, അതുകൊണ്ട് ഒന്ന് വെട്ടിക്കളയാം. ഒന്ന് വെട്ടി കുറയ്ക്കാം. ചെറിയ നമ്പർ ആകുമ്പോൾ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കാണാം. ഇവിടെ ഇതിനെ 5 കൊണ്ടും ഇതിനെ 5 കൊണ്ടും കോമൺ ആയിട്ട് നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? അപ്പൊ ഇതിനെ വെട്ടിക്കളയും. 5 കൊണ്ടൊന്ന് വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളയാൻ കിട്ടാം. എന്തായാലും 10ാം ക്ലാസ്സിലായതാണ്, വെട്ടിക്കളയാൻ കിട്ടും എല്ലാവർക്കും. ഒന്ന് നോക്കാം. ഇവിടെ 5 വരുമ്പോ 4 5 20. അപ്പൊ ബാക്കി 2 ഇവിടെ 0 ആണ് 20. അപ്പൊ എത്ര വീണ്ടും കിട്ടി? 4 5 20. പിന്നെ എത്രയാണ് കിട്ടുന്നത്? 1. അപ്പൊ 441. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കേട്ടോ 2200. വെറുതെ വെട്ടിക്കളഞ്ഞ് വെക്കരുത്, മനസ്സിലാക്കാം. 2205നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 441. ഇതിനെ വേഗം 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 5 20. പിന്നെ 2 0. അപ്പൊ നമുക്ക് കിട്ടി എത്രയാണെന്ന്? 441 ബൈ 400. ഇപ്പൊ നമുക്ക് റൂട്ട് കാണാൻ എളുപ്പല്ലേ? കിട്ടില്ലേ? 441 കിട്ടും, 400 കിട്ടും ഇല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ റൂട്ട് കളഞ്ഞേക്കാം. അപ്പൊ 1 പ്ലസ് ആർ ബൈ 100 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 441 ബൈ 400 ആണ്. അപ്പോ അതിന്റെ റൂട്ട് കളയുമ്പോൾ 1 പ്ലസ് ആർ ബൈ 100 റൂട്ട് അല്ല സ്ക്വയർ പോയി. സ്ക്വയർ പോയപ്പോ ഇവിടത്തേക്കും റൂട്ട് കാണണം. 441ന്റെ റൂട്ട് എത്രയാ? 441ന്റെ റൂട്ട് 400ന്റെ റൂട്ട് എല്ലാവർക്കും അറിയാം അല്ലേ? 400ന്റെ റൂട്ട് എന്താണ്? 4ന്റെ റൂട്ട് 2 ആണ്. 2 0ന് 1 0. അതുപോലെ തന്നെ 441ന്റെ റൂട്ട് എത്രയാണ്? 21. 21 ബൈ 20 കിട്ടി. അപ്പൊ 1 പ്ലസ് ആർ ബൈ 100 21 ബൈ 20 ആണെങ്കിൽ ഇനി ഈ പ്ലസ് 1നെ അങ്ങോട്ട് വിടുക. ഓരോന്നിനും നമുക്ക് ആർ ബൈ 100 ആറിലെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളത്. അപ്പൊ 1 പ്ലസ് ആർ ബൈ 100 21 ബൈ 20 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതാം? ആർ ബൈ 100 മാത്രം ഇവിടെ നിർത്താം കേട്ടോ. ആർ ബൈ 100 താഴെ എഴുതണോ നിങ്ങള്? ആർ ബൈ 100 ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ 1നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ 21 ബൈ 20 കഴിഞ്ഞിട്ട് ഈ പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോ എന്തായി? ഇവിടെ 1 പ്ലസ് അല്ലേ, അത് ഇവിടെ വരുമ്പോ മൈനസ് 1 ആയി. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ 1 ഇട്ട് കൊടുത്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണ്? 21 × 1 21 മൈനസ് 20 × 1 20 ബൈ 20 × 1 20. 21ന് മൈനസ് 20 എത്രയാ? 1 ബൈ 20. അപ്പൊ നമുക്ക് ആർ ബൈ 100 കിട്ടിയ എത്രയാണെന്ന്? 1 ബൈ 20 കിട്ടി. ആർ ബൈ 100 1 ബൈ 20 ആണെങ്കിൽ ഇനി ആർ എത്രയാണ്? ആർ ബൈ 100 1 ബൈ 20. അപ്പൊ നമുക്ക് ആർ ഈസ് ഈക്വൽ ടു ആർ ബൈ 100 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ബൈ 20 ആണ്. അപ്പൊ ആർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. 100 ഡിവിഷൻ ആണ്. ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോ എന്താ? ഇൻറ്റു ആയി. സോ ആർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ബൈ 20 ഇൻറ്റു 100. കിട്ടിയില്ലേ? വെട്ടിക്കളഞ്ഞൂടെ? 20ല്ലേ? 100ൽ എത്ര 20 ഉണ്ട്? 5. സോ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് ഉത്തരം കിട്ടിയ എത്രയാണെന്ന്? 5.
ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഇത് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്, ഒന്നുകൂടി ഞാൻ ഇത് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് പി എന്തൊക്കെയാണ് തന്നിരിക്കണേ നോക്കാം. ഇതന്നെ ചോദ്യത്തിൽ കേട്ടോ, ആദ്യം തന്നെ ചോദ്യത്തിൽ നോക്കാം. പി ആണ് തന്നിരിക്കണേ. മുതലേ എത്ര ഉണ്ടായിരുന്നു അല്ലെ? എത്രയാണ് രൂപ ഉണ്ടായിരുന്നത്? 2000 രൂപ. ഈ 2000 രൂപയാണ് കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചത്. 2000 രൂപ നിക്ഷേപിച്ചു. എത്ര നാളത്തേക്കാണ്? നമ്പർ ഓഫ് ഇയേഴ്സ് is 2 ആണ്. ദെൻ എമൗണ്ട് ആണ്, 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നത് എമൗണ്ട് ആണ് കേട്ടോ, എ ആണ്. അപ്പൊ എത്രയും കിട്ടുന്നത്? 2205 ആണ്. ഇനിയാണ് നമ്മുടെ ഇക്വേഷൻ എഴുതുന്നത്. ഇവിടെ 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 6 നല്ല അവസാനം കണ്ടുപിടിക്കും. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതാം. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഫോർമുല എന്ന് പറഞ്ഞു. നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല P × 1 + R/100 ഓൾവേസ് ടു n ആണ്. അപ്പൊ n നമ്മൾ 2 എഴുതി, P എഴുതി, is equal to amount 2205. കിട്ടിയില്ലേ? അപ്പൊ 2205 ഈ 2000 ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതല്ലേ ഇവിടെ നമ്മൾ ചെയ്തത്. 1 + R/100 ഓൾവേസ് ടു 2 എന്നുള്ളത് മാത്രം ഇവിടെ നിർത്തി. ഇവിടെ ഉണ്ടായിരുന്ന ഈ 2000 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ ഇത് ഡിവിഷനായി, ഇൻറ്റു ആണ് ഡിവിഷനായി. ആദ്യം തന്നെ ഇതിന്റെ റൂട്ട് കാണുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ചെറുതാക്കി തന്നു. ഇതിനെ വെട്ടിക്കളഞ്ഞു, നമ്മൾ 5 കൊണ്ട് വെട്ടിക്കളഞ്ഞു. 441/400. അപ്പൊ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും 441 എന്ന് പറഞ്ഞാൽ 21, 400 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ് അല്ലെ? ഇതിന്റെയും ഇതിന്റെ റൂട്ട് കാണാം കേട്ടോ. 441ന്റെ റൂട്ട് കാണാം. അപ്പൊ നമുക്ക് കിട്ടിയത് എത്രയാണ്? 21, പിന്നെ ഇതിന്റെ 400ന്റെ 20 ആണ്. അത് കിട്ടിയില്ലേ? അത് ഇപ്പൊ നമ്മൾ എവിടെ വരെ എത്തിയിട്ടൊക്കെ 1 + R/100 is equal to 21/20 ആണ്. ഇനി നമുക്ക് ആവശ്യമുണ്ട്, ഇനി 6 നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ബാക്കിയുള്ളത് കളയണം. അപ്പൊ R/100 ഇവിടെ നിർത്തി ഇല്ലേ? എന്നിട്ട് ഈ 1നെ അങ്ങോട്ട് കൊണ്ടുപോയി. R/100 ഇവിടെ നിർത്തിയപ്പോ 21/20 ഇപ്പുറത്തേക്ക് 1 വന്നപ്പോ +1 ഇവിടെ വന്നപ്പോ എന്തായി? -1 ആയി. അപ്പൊ നമ്മൾ അടിയിൽ 1 ഇട്ട് കൊടുത്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു ഇല്ലേ? 21 × 1 21, 20 × 1 20 ആണ് ബൈ 20. ആദ്യം ഇത് ഇൻറ്റു ചെയ്യരുത് കേട്ടോ. 20 × 1 ആദ്യം എഴുതരുത്. കാരണം 21 × 1 ആണ് ആദ്യം എഴുതാ. 21 ഇത്. അപ്പൊ 21/20 എത്ര കിട്ടി? 1/20 അല്ലെ? 1/20 ആണ്. R/100 ആണ് 1/20. മനസ്സിലായോ എല്ലാവർക്കും? R/100 എന്ന് പറഞ്ഞാൽ 1/20. R/100 1/20 ആണെങ്കിൽ R is equal to എത്രയായിരിക്കും? ഈ 1/20നെ ഈ 100 ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് ഡിവിഷൻ ആണ്. അത് ഇവിടേക്ക് വരുമ്പോ എന്തായി? ഇൻറ്റു ആയി. അപ്പോ 1/20 × 100 ഇറ്റ്സ് 5. അപ്പൊ R എത്രയാണ് കിട്ടിയത്? 5 ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? What is the rate of interest? അപ്പൊ rate of interest R. അപ്പൊ നിങ്ങൾ ഉത്തരം വെറുതെ R എഴുതിയിരിക്കരുത്. ഫൈനൽ ആൻസർ, ഫൈനൽ ലൈൻ എഴുതണം. എന്താണ് ചോദ്യം? What is the rate of interest? പലിശ നിരക്ക് എത്ര ശതമാനം? എന്നിട്ട് എഴുതാ 5%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%. കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ആ സെറ്റ് അവസാനിക്കുകയാണ്. അടുത്ത നമ്മുടെ ടോപ്പിക് സ്ക്വയർ കംപ്ലീഷൻ ആണ്. അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ള ടോപ്പിക് കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ.